ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു പുതിയ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പം കുറച്ച് നാളായി PSC ക്ലാസ്സിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളല്ലാതെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിരുന്നു. ഇടയ്ക്ക് PSCയുടെ കുറച്ച് വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് ബ്രേക്ക് വന്നായിരുന്നു. ഇന്ന് നമുക്കൊരു കുഞ്ഞു ടോപ്പിക്ക്, PSC എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ഭാഗമാണ് പല്ലുകൾ. അപ്പോൾ എപ്പോഴും ചോദിക്കും ഉളിപ്പല്ല് എത്ര ഉണ്ട്, മനുഷ്യരിൽ കോമ്പൽ എത്ര, അല്ലെങ്കിൽ അഗ്രചർവണകൾ എത്ര എന്നൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കുക. എത്ര തരവും എന്നുള്ളതും ഇതിൽ ഓരോ പല്ലും എത്ര എണ്ണം വീതം ഉള്ളതുമാണ് എല്ലാവർക്കും കൺഫ്യൂസ് ആകുന്ന ഒരു ഭാഗമാണ്. നമുക്കതിപ്പം നോക്കാം. കുഞ്ഞു ടോപ്പിക്കാണ്. പ്രധാനമായിട്ടും 4 തരം പല്ലുകളാണ് ഉള്ളത്. 4 തരം പല്ലുകൾ ഏതൊക്കെയാണ്? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഈ ഉളിപ്പല്ലിന് വേറൊരു പേര് പറയും ഇൻസിസർ. ഇൻസിസർ എന്ന് പറയും. ഉളിപ്പല്ല് 8 എണ്ണമാണ് ഉള്ളത്. ഉളിപ്പല്ല് 8 എണ്ണം. ഇനി ഈ ഉളിപ്പല്ല് നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കടിച്ചു മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല്ലാണ്. ആഹാര സാധനങ്ങൾ കടിച്ചു മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല്. ഇനി കോമ്പല്ല്, കോമ്പൽ. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പേര് ഓർക്കാനും എളുപ്പമാണ്. കോമ്പല്ല് സി തന്നെയാണ് തുടങ്ങുന്നത്. രണ്ടും കോമ്പല്ല് കനെ 4 എണ്ണമാണ്. കോമ്പല്ല് 4 എണ്ണം. കടിച്ച് മുറിക്കുക, വലിച്ച് കീറാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കോമ്പല്ല്. അത് കനേനാണ് 4. ഇനി അഗ്രചർവണകത്തിൻ്റെ വേറൊരു പേരാണ് പ്രീമോളർ എത്രയുണ്ട്? 8. പ്രീമോളർ ഉണ്ടെങ്കിൽ എന്തായാലും മോളാർ കാണുമല്ലോ, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ചർവണകം, മോളാർ. അപ്പോൾ അതിൽ തന്നെ 2 പേരുണ്ട്, പ്രീമോളറും മോളാറും. അഗ്രചർവണകവും ചർവണകം. അഗ്രചർവണകം ചർവണകമൊക്കെ നമ്മൾ ചരച്ചരയ്ക്കാനാണ്. രണ്ടും ഒരേ മോളാർ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ വരുമല്ലോ, ഒന്ന് ഓർമ്മിച്ചു. അപ്പോൾ രണ്ടും ചവച്ചരയ്ക്കാനാണ് അഗ്രചർവണകവും ചർവണകവും. അപ്പോൾ ഉളിപ്പല്ല് 8 എണ്ണം അല്ലെങ്കിൽ ഇൻസിസർ, കോമ്പല്ല് കനൈൻ 4, അഗ്രചർവണകം 8, ചർവണകം എത്ര? 12 ചർവണകം 8, 4, 8, 12. അങ്ങനെ 8, 4 കൂടെ കൂട്ടിയാൽ 12 അല്ലേ. അപ്പോൾ അടുത്തൊരു 8 വന്നിട്ട് 12. അങ്ങനെ നോക്കിയാൽ ഈ ഒരു കോഡ് പഠിക്കുക. സാധാരണ എല്ലാവരും പഠിക്കുന്ന കോഡാണ്. ഞാനും ഇത് പഠിക്കുക എഴുതി വെച്ച നോട്ടാണ്. ഉളിക്കോ അച്ച, അതായത് ഉളിപ്പല്ലിൻ്റെ ഉളി, പിന്നെ അതിലക്കോ, അച്ച അഗ്രചർവണത്തിൻ്റെ ആ, പിന്നെ ച, ഉളിക്കോ അച്ച. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓർത്തിരിക്കാൻ ഞാൻ പഠിച്ച ഒരു കുഞ്ഞൊരു ടിപ്പാണിത്. ഞാനും പല ക്ലാസ്സും കണ്ടു പഠിച്ചതാണ്. ഉളിക്കോ അച്ച, അതായത് ഉളിപ്പല്ല് 8 എണ്ണമുണ്ട്, കോമ്പല്ല് 4 ഉണ്ട്, അഗ്രചർവണകം 8, ചർവണകം 12 എണ്ണമുണ്ട്. ഇനി ഈ ഉളിപ്പല്ലും കോമ്പല്ലിൻ്റെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് മറക്കല്ലേ. കാരണം രണ്ടും ഇതിൽ ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഈ കടിച്ച് മുറിക്കാനാണെങ്കിൽ ഉളിപ്പല്ലും, കീറാൻ ആഹാര സാധനം ഈ മാംസമൊക്കെ വലിച്ച് കടിച്ച് കീറാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പല്ലാണ്. അപ്പം ഉളിപ്പല്ല് 8, കോമ്പല്ല് 4, അഗ്രചർവണകം 8, ചർവണകം 12. ഈ ചർവണകവും അഗ്രചർവണകവും ചരച്ചരച്ച് കഴിക്കാനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അരച്ച് കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ്.